മുട്ടിന് മുയക്കീണൻ്റെ തമ്പുരാക്കന്മാരെ പോലിലല്ലില്ല. കയ്യറിവുണ്ടെങ്കിൽ ഇങ്ങളൊന്ന് കൈയിട്ട് നോക്കിക്കോളി പോലിലല്ലില്ല. എന്നെ ബലാത്സംഗം ചെയ്തു, ഞാൻ ഗർഭിണിയാണ്. അത് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കുകയാണെങ്കിൽ കയ്യറിവുണ്ടെങ്കിൽ കൈയിട്ട് നോക്കിക്കോളി. കുഞ്ഞിൻ്റെ ചലനം എന്നാണ് അവൾ പറഞ്ഞ് പാടിക്കളിക്കുന്നത്. എത്രത്തോളം കടോരമാണ്, എത്രത്തോളം വിഷമത പിടിച്ച ഇതാണ് കടന്നു പോയിട്ടുള്ളത് ഈ ഈ വക വർഗക്കാർക്ക്, അല്ലെങ്കിൽ ഈ ജാതിക്കാർക്ക്. പറയുന്നതും ഉപദ്രവിച്ച ആളുടെ തന്നെ സങ്കടവും പറയാൻ പോണതേ. വേറെ ഒരാളുടെ അയാളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചെറുമണും ചെറുമി കർഷക തൊഴിലാളികളാണ്. ഈ കർഷക തൊഴിലാളികൾ ആണെങ്കിലും കൂടെ മുണ്ടകപ്പഞ്ച കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് നെന്മണികൾ കൊഴിഞ്ഞതിന് അടിച്ചു പെറുക്കി ഉപജീവനം കഴിഞ്ഞവരാണ്. കൃഷിപ്പണി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ ജീവിക്കാൻ മാർഗവുമില്ല. അതാണ് ഇന്ന് ചെറിയ പൊറാട്ട് ചൂലും മുറമായിട്ട് വരുന്നത്. പക്ഷെ അവൾക്ക് ചില പോറലുകൾ ഏറ്റിട്ടുണ്ട് നാട്ടിൽ. അതിൻ്റെ പാട്ട് പോലില ലല്ലില എന്നാണ്. ഭഗവാനും പാർവതിയും കൂടി ആകാശമാർഗം തേരെ യാത്ര ചെയ്യുമ്പോൾ ഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു മാവിൻ്റെ ചുവട്ടിലിരുന്നു. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ അസ്ഥികൂടങ്ങൾ തന്നെ കിടക്കണ കണ്ടു. ഇത് കിടക്കണ കണ്ട് ഒരു എല്ലാം എടുത്തിട്ട് വന്നു. സ്വാമിനോട് ചോദിച്ചു, ഭർത്താവിനോട് ചോദിച്ചു, ഇത് കോലല്ലേ, എല്ലാണല്ലോ. അതെ, അന്നത്തെ പാട്ട്, പണ്ടത്തെ പാട്ട്, കോലല്ലേ ഇത് എല്ലല്ലേ സ്വാമി, കോലല്ലേ ഇത് എല്ലല്ലേ. പിന്നത് വാമൊഴി കൂടെ, വരമൊഴിയില്ലതിന്, വാമൊഴി കൂടെ ഓലില ലലില ലല്ലില ലല്ലിലേ. ഇത് കോലല്ലേ ഇത് എല്ലാണല്ലോ, അതിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. കോലല്ലേ എല്ലല്ലേ, അതിന്ന് പോലില ലല്ലില എന്ന് പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ കർഷക തൊഴിലാളി വിഭാഗമാണ് ചെറുമക്കൾ. അടിയാള വിഭാഗത്തിൽ ഏറ്റവും താഴ്ന്നവരായി അറിയപ്പെടുന്ന ചെറുമക്കളുടെ ദയനീയമായ ജീവിതമാണ് ചെറുമിക്കളിയിൽ പ്രധാനമായിട്ടും അവതരിപ്പിക്കുന്നത്. പാടത്ത് അന്തിയോളം പണിയെടുത്ത് കൂലി കിട്ടാതെ പിന്നീട് വെട്ടുകിളികളെപ്പോലെ കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിൽ വലിയടിച്ച് വാരി ഉപജീവിതം കഴിക്കുന്ന ചെറുമക്കളുടെ ജീവിതമാണ് ഈ കഥയിൽ അവതരിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ കീഴാള ആത്മീയതയുടെ ഒരു വലിയ തലവും ഈ ചെറുമക്കളി പാട്ടിൽ നമുക്ക് കാണാൻ കഴിയും. ചെറുമക്കളി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചവിട്ടുകളി എന്ന് പറയുന്നത്, ചെറുമക്കളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കലാരൂപമാണ്. അതിനോട് ഏതാണ്ട് സമാനമായ താള പദ്ധതിയാണ് ഈ ചെറുമൻ ചെറുമി എന്ന് പറയുന്ന പാട്ടിനകത്ത് നമുക്ക് കാണാൻ കഴിയാവും. കല്ലടി കോടം മലയടി വാരത്ത് കല്ലിടുമ്പിലുണ്ടായ ചെറമനണ്ട് അതൈതൈതം
മലനാട്ടിൽ മഴയുമില്ലോ, അതായത് നമ്മുടെ നാട്ടിൽ മഴയില്ല മഞ്ഞുമില്ല ഒന്നുമില്ലോ പറഞ്ഞിട്ടിങ്ങനെ ആഹ്ലാദിച്ച് നിലവിളിച്ചുകൊണ്ട് വരികയാണ്, എല്ലാവരും അറിയിക്കുകയാണ് നമ്മളൊക്കെ കഷ്ടത്തിലായി. അവൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ഇത് നോക്കും, ആന്തരികമായ ഒരു എന്താ പറയുക അർത്ഥങ്ങൾ അവൻ്റെ വാക്കിൽ. നമ്മളിനി എന്ത് ചെയ്യും എന്ന് എല്ലാവരും അറിയിക്കുകയാണ്. ഏതൊരു അച്ഛനും അമ്മയ്ക്കുള്ള ആഗ്രഹമാണ് മക്കളെ പഠിപ്പിക്കുമ്പോൾ നല്ലപോലെ പഠിപ്പിക്കണം. ആദ്യം 1ാം ക്ലാസ്സിൽ കൊണ്ട് ചോർത്തി ആദ്യം 1ാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്ത് പിന്നെ 2ാം ക്ലാസ്സിൽ കുടിപ്പിച്ചു. കല്ലടിക്കോടൻ മലയാണ് ചെറുമൻ്റെ ദേശം എന്ന് പറയുന്നത്. പാണന്മാരുടെ പാണ സമുദായത്തിൻ്റെയും മിക്കവാറും പാണ പറയ കീഴാള സമുദായത്തിൻ്റെ മുഴുവൻ കീഴാള ദൈവങ്ങളുടെ അടിസ്ഥാനമായിട്ടാണ് കല്ലടിക്കോടൻ മലയെ കാണുന്നത്. ഈ ചെറുപൊറാട്ടിൽ അടിമത്തത്തിൻ്റെയും നാടുവാഴിത്തത്തിൻ്റെ ക്രൂരത മർദ്ദനയേറ്റ ഒരു ആൾക്കാരാണ്. ഒരുപാട് താഴ്ന്നപ്പെട്ട് താന്നതാണെന്ന് സങ്കല്പിക്കപ്പെട്ട കുറേ ആൾക്കാർ. അരിരേ പാടത്ത് ഞാൻ അടിക്കാനും പോയി, പോലിലലില്ല ആടുമേക്കും പിള്ളേരിനെ ആട്ടിമുടിക്കിയമ്മേ, പോലിലലില്ല കന്നുമേക്കും പിള്ളേരിനെ കല്ലേറും വീട്ടേ, പോലിലലില്ല പോത്തുമേക്കും പിള്ളേരിനെ പൊത്തിപ്പിടിച്ചമേ, പോലിലലില്ല. ഇത് അശ്ലീല വാക്കാണ്, കഴിഞ്ഞ സംഭവമാണ്. അത് അശ്ലീലം നോക്കി കാണുന്നവർക്ക് അശ്ലീലം ആകുള്ളൂ, അല്ലാത്തവർക്ക് അത് അശ്ലീലം അല്ല. കാർഷിക ജീവിതത്തിൻ്റെ ഒരു ദുരന്ത ചിത്രം, പ്രത്യേകിച്ച് കർഷക തൊഴിലാളികളുടെ ജീവിതത്തിൻ്റെ ഒരു ദുരന്ത ചിത്രം വളരെ ഗംഭീരമായിട്ട് ഈ പാട്ടിനകത്ത് അവതരിപ്പിക്കുന്നത് കാണാം. ഓരോ ജാതി വിഭാഗങ്ങൾക്കും കൃഷിയിൽ പലതരത്തിൽ ഇടപെടുന്ന വിഭാഗങ്ങൾക്ക് കിട്ടുന്ന കൂലി എന്താണ് എന്ന് ഈ പാട്ടിൽ പറയുന്നുണ്ട്. കൂലി കൂടുതലിന് വേണ്ടി പാടത്ത് സമരം ചെയ്ത കർഷക തൊഴിലാളികളുടെ കഥയും ഇതിൻ്റെ ഭാഗമായി അവതരിപ്പിക്കുന്നുണ്ട്. നീലി എന്ന് പറയുന്ന ചെറുമി പെണ്ണാണ് സിന്ദാബാദ് വിളിച്ച് സ്ട്രൈക്ക് ചെയ്തത് എന്ന് ഈ പാട്ടിൽ പറയുന്നു. ഒരർത്ഥത്തിൽ ഈ പറയുന്ന പാലക്കാട് അല്ലെങ്കിൽ മലബാർ പ്രദേശത്തെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം കൂടെ ഈ പാട്ടിനകത്തേക്ക് പിന്നീട് സന്നിവേശിപ്പിച്ചിട്ടുള്ളതായിട്ട് കാണാൻ കഴിയും. ഈ കൂലിയും വല്ലിക്കും വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ഈ പൊറാട്ടിൽ കൂടെ മുതലാളി പൊറാട്ട് വരുന്നത്. കള പറിച്ചോ? കള പറിച്ചു. എന്താ കാളി എന്താ ചെയ്ത് മൂത്രം ഒഴിക്കാൻ പോയി. എൻ്റെ പണി കഴിയുന്നവരെ കണ്ടത്തിന് കയറാനും പാടില്ല, എൻ്റെ കണ്ടത്തിൽ മൂത്രം ഒഴിക്കാനും പാടില്ല അവർ. അതിലാണ് നമ്മുടെ ഈ വിമർശന രീതി വരുന്നത്. എന്നാൽ വേണ്ട തമ്പുരാൻ ഒരു കാര്യം, ഒരു പാത്രം കൊണ്ട് പിന്നാൻ പറഞ്ഞ് നിന്നാൽ മതി പറയും. പാലൊക്കെ കറന്നു വെച്ചിട്ട് വരാം. എന്താ വല്ല കന്നാൻ മാടോ കറന്നു വെച്ചേ? വീട്ടിൽ കറന്നു വെച്ചിട്ട് വരണം. പാല് കൊടുക്കാൻ കയറി പോകാൻ പാടില്ല. അപ്പോൾ അടിമത്തത്തിൻ്റെ അതൊക്കെ അതിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പാട്ടിൽ കൂടെ തന്നെ ഒരുപാടുണ്ട്. പിന്നെ ചൊല്ലുകളിലും ഉണ്ട്. മനസ്സിലായി. ചെറുമനും അതുപോലെ തന്നെയാണ്. ചെറുമൻ പിന്നെ എന്താ പറയുക, വിവാഹം കഴിഞ്ഞ് അവനവിടെ ഭാര്യനോടൊപ്പം താമസിക്കാൻ പാടില്ലല്ലോ, അവൻ ചാളിൽ പോയി കിടക്കണ്ടേ. അങ്ങനെ ഒരു കാലഘട്ടം അടുത്ത കാലത്തല്ലേ കഴിഞ്ഞു പോയിട്ടുള്ളത്. അടുത്ത കാലം പറഞ്ഞാൽ ഒരു 60 വർഷം 70 വർഷത്തിൻ്റെ മുന്നേ വരെ അത് അങ്ങനെ തന്നെ ആയിരുന്നു. ഓരോരോ പ്രമാണിത്വത്തിൻ്റെ കൊടികുത്തി വാഴുന്ന അവർക്ക് കാഴ്ചവെക്കണ്ടേ. അങ്ങനെയുള്ള ഒരു കാലം നമ്മുടെ എല്ലാ ഭാഗത്തും നടന്നിട്ടുണ്ട്. അതൊക്കെ ഈ പൊറാട്ടിൽ കൂടെ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്കിതെല്ലാം മനസ്സിലാവും. ഇന്ന് കാണുന്ന പൊറാട്ടിൽ ചിലപ്പോൾ അത് കണ്ടു എന്ന് വരില്ല ഇപ്പോഴത്തെ, കാരണം അതിൻ്റെ തനിമകളൊക്കെ കുറേ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
വലിയ അളക്കലാണ് അവൻ്റെ വിഭാഗം. രണ്ടാളുടെ നെല്ല് പണിക്ക് കിട്ടിയ നെല്ലിനെ കൂട്ടി അളന്ന വിഭാഗം കഴിഞ്ഞു. ചെറുമനും ചെറുമിയും പൊറാട്ടിനകത്ത് ഒരു പാട്ടിന് സീത എങ്ങനെയാണ് ഉണ്ടായത് എന്ന ഒരു കഥ പറയുന്നുണ്ട്. മാവേലി രാജാവ് ഒരിക്കൽ നിലം ഉഴുത് കൊണ്ടിരിക്കെ ആ ഉഴവുചാലിൽ നിന്നുണ്ടായതാണ്, ആ കരിയച്ചാലിൽ നിന്നുണ്ടായതാണ് സീത എന്നാണ് ഈ കഥ പറയുന്നത്. എങ്ങനെയാണ് ഈ പുരാണ കഥകൾ അല്ലെങ്കിൽ ഉച്ചപുരാവർത്തങ്ങൾ തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രാദേശികവൽക്കരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും സമർത്ഥമായ ഒരു ഉദാഹരണമാണ് ഈ സീതയുടെ മാവേലി കഥ. പാടത്തും പറമ്പിലും ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട തൻ്റെ ദയനീയ ജീവിതത്തെ ചെറുമി ഈ പാട്ടിൽ തന്നെ പീഡിപ്പിച്ച ചോദ്യക്കാരന്മാരടക്കുന്ന പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ രീതിയിൽ ഇവിടുത്തെ അടിയാളവർഗം അനുഭവിച്ച ചരിത്രത്തിലൂടെ, അവരുടെ കാർഷിക സംസ്കാരത്തിലൂടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു കാർഷിക ജീവിതത്തിലൂടെ അവർ കടന്നു വന്ന ഏറ്റവും ദയനീയമായ വഴികളെ ഏറ്റവും സമർത്ഥമായി ആവിഷ്കരിക്കുന്ന ഒരു നാടോടി ആവിഷ്കാരം കൂടിയാണ് ചെറുമനും ചെറുമിയും എന്ന പൊറാട്ട് എന്ന് പറയും.